ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ എന്താണ് 2 എലമെന്റ് സീരീസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു. ഇ എന്ന് പറഞ്ഞാൽ 100 റൂട്ട് 2 സൈൻ ഒമേഗ ടി പ്ലസ് 90യും കറണ്ട് എന്ന് പറയുന്നത് 10 റൂട്ട് 2 കോസ് 314 ടി ഇൻറ്റു -120 എന്നും പറഞ്ഞിരിക്കുന്നു. സോ ഗിവൺ ഇ എന്ന് പറയുന്നത് 200 റൂട്ട് 2 സൈൻ ഒമേഗ ടി പ്ലസ് 120 ആണ്. കറണ്ട് എന്ന് പറയുന്നത് 10 റൂട്ട് 2 കോസ് 314 ടി മൈനസ് 120 ആണ്. ഐ ക്യാൻ ബി റിട്ടേൺ ആസ്, അതായത് ഈ കോസിനെ മാറ്റി സൈൻ ആക്കണം. അതിന് വേണ്ടിയിട്ട് +90 വരും. കോസിനെ മാറ്റി സൈൻ ആക്കിയാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ്റെ ഫോർമിലേക്ക് മാറുകയുള്ളൂ. അതിനാണ് +90 കൊടുത്തത്. ദാറ്റ് ഈസ് 10 റൂട്ട് 2 സൈൻ 314 ടി മൈനസ് 20 +90 എന്നിട്ട് അങ്ങനെയാവുമ്പോൾ 10 റൂട്ട് 2 കോസ് 3 കോസ് അല്ല സൈൻ സൈൻ 314 ടി പ്ലസ് 65 എന്ന് വരും. 90 മൈനസ് 25 പ്ലസ് 90 ഇട്ടാൽ +65 എന്ന് കിട്ടും. അപ്പോൾ 120 വോൾട്ടേജ് 20 ആംഗിളിലേക്കും കറണ്ട് 65 ആംഗിളിലുമാണ്. അപ്പോൾ 65 നിന്ന് 20 കുറച്ചാൽ ബാക്കി വരുന്ന 45 ഡിഗ്രിയാണ് പവർ ഫാക്ടറിന് വേണ്ടി ഉപയോഗിക്കുക. ബിക്കോസ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആണ് വേണ്ടത്. ഏതോ റെഫറൻസുമായിട്ട് വോൾട്ടേജിന് 20 ഡിഗ്രി ഡിഫറൻസ് ഉണ്ട് എന്നാണ്. കോസ് 45 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്, ലീഡാണ്. ദെൻ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഇതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വി എം എന്ന് പറയുന്ന മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 200√2 ആണ്. കറണ്ട് ഐ എം ആണ് മാക്സിമം വാല്യൂ ഓഫ് കറണ്ട്, ഐ എമ്മിൻ്റെ ഇക്വേഷനാണിത്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 10/√2 ആണ്. 10/√2 ആണ്. 10/√2 ആണ്. 10/√2. അപ്പോൾ മാക്സിമം വാല്യൂ കണ്ടുപിടിച്ചു. എന്തിനാ മാക്സിമം വാല്യൂ കണ്ടുപിടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പിഡൻസ് ഈക്വൽ ടു V/I കാണാൻ വേണ്ടിയിട്ടാണ്. വി എന്ന് പറഞ്ഞാൽ 10√2 ഡിവൈഡഡ് ബൈ 10√2 ഡിവൈഡഡ് ബൈ 200√2 ഡിവൈഡഡ് ബൈ 100√2 ആണ്. സോ ദാറ്റ് ഈസ് 20 ഓം ആണ്. 20 ഓം ആണ്. ദെൻ റെസിസ്റ്റൻസ് കാണണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കോസ് 5 കണ്ടുപിടിക്കാം. അപ്പോൾ Z ഇൻറ്റു കോസ് 45 ആണ്. Z എന്ന് പറഞ്ഞാൽ 20 ആണ്. 20 ഇൻറ്റു 1/√2 എന്ന് പറഞ്ഞാൽ 14.1 ഓം ആണ്. ദെൻ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ Z സൈൻ 45 ആണ്. സൈൻ 45ഉം 1/√2 തന്നെയാണ്. അതുകൊണ്ട് തന്നെ 20 ഇൻറ്റു 1/√2 എന്ന് പറഞ്ഞാൽ 14.1 ഓം ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ദെൻ കപ്പാസിറ്റൻസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഒമേഗ എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട് കറണ്ടിൻ്റെ ഇക്വേഷനിൽ ഒമേഗ എന്ന് പറഞ്ഞാൽ 314 ടി ആണെന്ന് കാണിച്ചിട്ടുണ്ട്. ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1 ω/2πf ആണ്. 314 ഇൻറ്റു 2 × 3.14 ആണ്, 50 ഹെർട്സ് ആണ്.
അപ്പോൾ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ് സി തരുന്നത് കൊണ്ട് 1/2 ഗുണം 2 പൈ എഫ് എക്സ് സി ചെയ്താൽ മതി. സോ എക്സ് സി ഡിവൈഡഡ് ബൈ 1/, ഈ കപ്പാസിറ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ കപ്പാസിറ്റൻസ് ആയതുകൊണ്ട് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1/2 എഫ് എൽ സി ആണ്. ആ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത് 14.1 ആണ്. അപ്പോൾ 14.1 ഈക്വൽ ടു 1/2 എഫ് സി ആണ്. സി പുറത്തോട്ട് വരുമ്പോൾ 1/2 ഇൻറ്റു 3.14 ഇൻറ്റു 50 ഇൻറ്റു 14.1. സിയുടെ വാല്യൂ 200.226 വരും. 0.226 മാറ്റുകയാണെങ്കിൽ 226 മൈക്രോഫാരഡ് കിട്ടും. ഹെൻസ് ദ ഗിവൺ സർക്യൂട്ട് ഈസ് RC സർക്യൂട്ട് ആണ്. Thank you for watching this video.